ഇന്നത്തെ ഒരു എഗ് ബജിയാണേ. പക്ഷേ ഈ എഗ് ബജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വീട്ടിൽ മുട്ടയുടെ മഞ്ഞക്കരു ഉണ്ണി കഴിക്കാത്ത കുട്ടികളുണ്ടാവില്ലേ, അവർക്കും അതുപോലെ ബജി എന്ന് പറയുന്ന കുറച്ച് വ്യത്യസ്തമായി കഴിക്കണം എന്നാഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നൊരു എഗ് ബജിയാണ്. അതിനാദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം മുളക്, അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ ചുവന്നുള്ളി, അല്പം ഉപ്പൂടെ ചേർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. അതുപോലെ ഈ പച്ചമുളക് ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഒട്ടും എരിവില്ല കഴിക്കത്തില്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ പച്ചമുളക് നമുക്ക് ഒഴിവാക്കാം. പച്ചമുളക് വേണമെന്നില്ല, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടത്, ബാക്കിയുള്ളതൊന്നും വലിയ എരിവില്ലല്ലോ. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഇഷ്ടമുള്ളവർക്ക് പുതിനയിലയും ഇടാം. പക്ഷേ ഞാൻ പുതിനയില ഇട്ടില്ല, പുതിന എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇട്ടില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിനകത്ത് അരച്ചെടുത്തിട്ട് വന്നിട്ട് പേസ്റ്റ് ആക്കുവാണേ. എന്നിട്ട് നമ്മുടെ മുട്ട 2ആയിട്ട് ഭാഗിച്ച് അതിൻ്റെ ഉണ്ണി വേറെ ആക്കി വെക്കും. എന്നിട്ട് ഈ ഉണ്ണി നമ്മൾ ഈ മസാല അരച്ചുകൊണ്ട് വന്ന മസാലയില്ലേ, ആ ഒരു ആ കൂട്ടിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് പൊടിച്ചത് ഇങ്ങനെ ചേർക്കുക, ഇളക്കുവാണ്, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ കുട്ടികൾ മഞ്ഞ അറിയത്ത് പോലും ഇല്ല കഴിക്കുമ്പോഴേ, നല്ല ടേസ്റ്റുമാണ്. എന്നിട്ട് അത് നന്നായിട്ട് നമ്മളിങ്ങനെ യോജിപ്പിക്കുക. നമ്മൾ അരച്ചുകൊണ്ട് വന്ന ആ ഒരു പച്ചക്കൂട്ടില്ലേ, ആ പച്ചക്കൂട്ടിലേക്ക് നമ്മൾ ചേർത്തിട്ട് നമ്മുടെ മുട്ടയില്ലേ, ആ ഉണ്ണിയിരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഈ കൂട്ട് ഫില്ല് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മുടെ ബജിമാവിൽ മുക്കി പൊരിക്കണം. നമ്മുടെ നോർമൽ ബജി മാവ് അതിനകത്ത് മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക, എണ്ണ ചൂടാകുമ്പോൾ ബജി ഓരോന്നായിട്ട് എടുത്തിടുക. ഓരോന്നായിട്ട് ഇടുവാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഒരുപാട് ബജി ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ടാണ് ഇടുന്നത്. പിന്നെ എൻ്റെ ചട്ടി ചെറിയ ചട്ടിയാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും 1 അല്ലെങ്കിൽ 2, ഇപ്പം കട്ടയിലൊക്കെ ആണെങ്കിലും 1 or 2 ഒക്കെ ഇടത്തുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ടാണ് എടുത്തിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ സൗകര്യം പോലെ കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്.